ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമർജൻസി ഹോസ്പിറ്റൽ ബില്ല് വരാണ്, അല്ലെങ്കിൽ നമ്മുടെ കാറിനോ ബൈക്കിനോ ഒരു മേജർ റിപ്പയർ വരുന്നു. ഇനി ഒന്നും വേണ്ട, വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ജോലി പോയി, എന്ത് ചെയ്യും? ജീവിക്കാൻ പൈസ വേണ്ടേ? അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാവാം. ആ സേവിങ്സിന്ന് നമ്മളെല്ലാം ഉപയോഗിക്കും, സേവിങ്സ് കാലിയാവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട്. അപ്പൊ നമ്മുടെ എമർജൻസി ഫണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. കാരണം പ്രോഫിറ്റ് അല്ല നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം, പ്രൊട്ടക്ഷൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ജോലി പോണ ഒരവസ്ഥ വരാണ്, അവിടെ നിന്ന് നമ്മൾ അടുത്ത ജോബ് കണ്ടുപിടിക്കുന്നവരെ ഒരു പീരീഡ് ഉണ്ടല്ലോ. അപ്പോഴും നമുക്ക് റെന്റ് അടയ്ക്കണം, ഫുഡ് കഴിക്കണം, ഫോൺ റീചാർജ് ചെയ്യണം, ചിലപ്പോൾ വീട്ടിൽ പൈസ കൊടുക്കേണ്ടി വരാം, EMI അടയ്ക്കണ്ടാവാം. ഇതിനൊക്കെ കാശ് തന്നെ വേണം. അപ്പോ നമ്മുടെ സേവിങ്സ് കാലിയാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഷോപ്പിങ്ങിനോ അതോ ട്രാവലിങ്ങിനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പൈസയല്ല. ഒരു സാധാരണക്കാരന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ പേരും ചെയ്യുന്ന കാര്യമാണ് കടം മേടിക്കുക എന്നുള്ളത്. ഒരു ഡെറ്റായി, പ്രശ്നമായി, പാനിക് ആവും. പിന്നെ എന്നാൽ കടം മേടിച്ച് റോൾ ചെയ്ത് നല്ലോണം പോണവരുണ്ട്. പക്ഷെ അതല്ലല്ലോ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ഒരു സ്പെയർ ടയർ പോലെയാണ്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷെ വന്നാൽ നമുക്ക് ആ സ്പെയർ ടയർ യൂസ് ചെയ്യാം. അതാണ് എമർജൻസി ഫണ്ട്. ഒരാൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, ഓ എമർജൻസി ഫണ്ട്, അപ്പോൾ നമ്മൾ എത്ര പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണം, അത് എവിടെ സേവ് ചെയ്ത് വെക്കണം? നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിക്കാം. ഈ പേഴ്സൻറ്റേജ് ടോക്കൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഒരു സാധാരണക്കാരന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. ഒരാൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു 3 അല്ലെങ്കിൽ 6 മാസത്തേക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എത്ര കാശ് വേണം? അത് നമുക്കറിയാലോ, ഓരോരുത്തർക്കും സബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക, എനിക്കൊരു മാസം സർവൈവ് ചെയ്ത് പോകാൻ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ 20,000 രൂപ വേണം. 6 മാസത്തേക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് 1,20,000 രൂപ വേണം അല്ലെ? എന്റെ എമർജൻസി ഫണ്ടിൽ 1,20,000 രൂപ ഞാൻ ഇട്ട് വയ്ക്കാണ്. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതായത് എന്റെ ജോലി പോയാലും ഒരു എമർജൻസി വന്നാലും ഒരു 6 മാസത്തേക്ക് എനിക്ക് പേടിക്കണ്ട, എനിക്ക് സമാധാനമായിട്ട് മുമ്പോട്ട് പോവാം. അപ്പൊ നമുക്ക് ചോദിക്കാം, നമ്മൾ എവിടെ ഈ എമർജൻസി ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം? പേരിൽ തന്നെ ഉണ്ട്, എമർജൻസി ഫണ്ടാണ്, എമർജൻസിക്ക് ആവശ്യം വരുന്ന ഫണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴാണോ വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് അതിലേക്ക് ആക്സസ് വേണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ആലോചിച്ച് നോക്കാം. ഒന്ന്, സേവിങ്സ് അക്കൗണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് ഒന്നും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ സേഫ് ആയിരിക്കും. പക്ഷെ എന്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് മാറ്റി വേറൊരു സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഒട്ടുമിക്ക ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലും 24 മണിക്കൂറെങ്കിലും എടുക്കും പൈസ കൈ കിട്ടാൻ. അപ്പോ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് പകുതി സേവിങ്സ് അക്കൗണ്ടിലും പകുതി ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് വയ്ക്കാം. ഇനി അതല്ല, കുറച്ച് ക്യാഷ് കയ്യിൽ തന്നെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ക്യാഷ് ആയിട്ടും കയ്യിൽ വയ്ക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷെ അത് ചിലപ്പോ 24 മണിക്കൂർ എടുക്കും കൈ കിട്ടാൻ. പക്ഷെ ആ സമയത്ത് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലും ക്യാഷ് ആയിട്ട് കയ്യിൽ വെച്ചേക്കുന്നതും ഒരുമിച്ച് കൂട്ടി കാര്യങ്ങൾ പെട്ടെന്ന് നടത്താം. ബാക്കി ലിക്വിഡ് ഫണ്ടിൽ നിന്നും എടുത്ത് നടത്താം. എമർജൻസി ഫണ്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട. എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം? ഒറ്റയടിക്ക് കുറെ പൈസ കൊണ്ട് എമർജൻസി ഫണ്ടായിട്ട് ഇടണമെന്നില്ല, അങ്ങനെ ഉള്ളവർക്ക് ഇടാം. ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം, ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലി കിട്ടി, ജോലി സ്റ്റാർട്ടായപ്പോ തന്നെ ഒരു മാസം 1,000 രൂപ വെച്ച് സേവ് ചെയ്യാൻ തുടങ്ങി ഒരു സേവിങ്സ് ഫണ്ടിലേക്ക്. പിന്നെയാണ് അത് ലിക്വിഡ് ഫണ്ടിലായിട്ടൊക്കെ മാറ്റിയത്. അങ്ങനെ പതിയെ ബിൽഡ് ചെയ്തെടുത്തു. ഇപ്പോ എനിക്കറിയാം, എന്റെ ജോലി പോയാലും ഒരു 5-6 മാസത്തേക്ക് എനിക്ക് സമാധാനം ഉണ്ടാവും. അടുത്ത ജോലി കിട്ടുന്നവരെ പൈസ അന്വേഷിച്ച് നടക്കണ്ട. അതേപോലെ ഒരു എമർജൻസി വേറെ എന്തെങ്കിലും വന്നാലും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് തോന്നുന്ന 2-3 ഡൗട്ട് എന്താണെന്ന് നോക്കാം. ഒന്ന്, എനിക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, അപ്പൊ പിന്നെ ഞാൻ ഇനി ഒരു എമർജൻസി അക്കൗണ്ട് തുടങ്ങണം, എമർജൻസി ഫണ്ട് തുടങ്ങണം. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് സേവ് ചെയ്യുന്ന പൈസയല്ലേ? അതായത് ഇപ്പൊ എനിക്കൊരു കാറ് മേടിക്കണം, അതിനുവേണ്ടി ഞാൻ ഇത്ര പൈസ സേവ് ചെയ്യുന്നു, അതിനല്ലേ നമ്മൾ സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യാം. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അല്ല, സർവൈവൽ ആണ്, പ്രൊട്ടക്ഷൻ ആണ്, പ്രോഫിറ്റും അല്ല. എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എമർജൻസി ഫണ്ട് തന്നെ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഹയർ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം?
ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി ഫണ്ടാണ്. എമർജൻസി ആയിട്ട് നമുക്ക് ഇത്ര പൈസ എടുക്കാൻ പറ്റണം. ഹയർ റിട്ടേൺസ് കിട്ടുന്ന ഇപ്പൊ ഇക്വിറ്റിയിലെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലൊക്കെ 3 ദിവസം എടുക്കും കയ്യിലേക്ക് പൈസ വരാൻ. പിന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും. ഇതാണ് എമർജൻസി ഫണ്ട്. ബീങ് റിച്ച് അല്ല നമ്മുടെ ഉദ്ദേശം, ബീങ് റെഡിയാണ്. റെഡി ആയിട്ടിരിക്കുകയാണ്. എന്ത് വന്നാലും പൈസ ഇത്ര സമയത്തേക്കെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഓൾറെഡി ഒരു എമർജൻസി ഫണ്ടിൽ ഇനി ഒരു അടുത്ത മാസത്തേക്ക് മാത്രമുള്ള ചെലവ് മാത്രം സേവ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു മോട്ടിവേഷൻ. ഒരു മാസത്തേക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരൊറ്റ മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് മാത്രം നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് വരുന്ന മെന്റൽ പീസ്. താങ്ക് യു.